പി കെ സനോജ്, ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം നോക്കേണ്ട സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ഭരണവും ശ്രമിച്ചിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഈ പറയുന്ന എഡിറ്റിംഗ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തേണ്ടി വരുന്നത് എന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. അല്ല, ഈ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇറങ്ങുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായി മാറി. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നേരത്തെ പുറത്തു വന്നല്ലോ. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 100 കോടിയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയാണ്. അത് കേരളത്തിൽ മാത്രം ഓടുന്ന സിനിമയല്ല. കേരളത്തിലെ പോലീസ് സംവിധാനം മാത്രം വിചാരിച്ചാൽ ഈ സിനിമ രാജ്യത്തുടനീളം ഇത് ഓടിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത ഒരു സിനിമയ്ക്ക് നേരെ ഇത്രമാത്രം സൈബർ അറ്റാക്ക് ഉണ്ടായിട്ട് എന്ത് നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? ഇവർക്ക് രാജ്യത്ത് ഈ സിനിമ ധൈര്യമായി പ്രദർശിപ്പിച്ച് പോകാൻ ആവശ്യമായുള്ള സംരക്ഷണം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, അത് കൊടുക്കില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ തന്നെ ഇതിനെതിരായ ശക്തമായ വിമർശനം ഉന്നയിച്ചല്ലോ. അപ്പോൾ RSS തന്നെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്ത്. RSS അതിൻ്റെ അണികളോട് പറഞ്ഞിട്ടുള്ളത് ശക്തമായി ഇതിനെതിരായി പ്രതികരിക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അഭിപ്രായം പറയാത്തത്. ഇപ്പോൾ കഴിഞ്ഞ സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട പല സംഘടനകളും പലതരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് നാളെ രംഗത്ത് വരും എന്നല്ലേ പറഞ്ഞില്ല. ഇപ്പം ഹനുമാൻ, ഞാനിപ്പം ലാലിന് അയച്ചു, എൻ്റെ ഫോൺ ഓഫായി പോയി, ലാലിന് അയച്ചിട്ടുണ്ട്. ഹനുമാൻ സേനയോ മറ്റോ നാളെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയുടെ പോസ്റ്ററുണ്ട് അങ്ങോട്ട് അയച്ചിട്ട്. അപ്പോൾ പരസ്യമായ ഭീഷണി തന്നെയാണ് മുഴക്കിയിട്ടുള്ളത്. അതെ, എമ്പുരാനെ കത്തിക്കും ഹനുമാൻ സേന പ്രതിഷേധം എന്നാണ്. അപ്സര തിയേറ്റർ പരിസരം, കോഴിക്കോട് നാളെ. അതെ, ഹനുമാൻ സേന ആരുടെ സേനയാണ്? RSSൻ്റെ അല്ലേ? RSSൻ്റെ വിവിധ സേനകളിൽപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ഹനുമാൻ സേന. ഹനുമാൻ സേന പരിവാർ സംഘടനയല്ല, സംഘപരിവാർ സംഘടനയല്ല. ഹനുമാൻ സേന സംഘപരിവാർ സംഘടനയല്ല. അല്ല, ഇതിപ്പോ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഈ പരിവാറിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് ആർക്കാണ് അറിയാം സാർ? കൃത്യമായിട്ടുണ്ട്. അറിയാവുന്നവർക്ക് അറിയുകയും ചെയ്യാം. BJP സംഘപരിവാർ സംഘടനയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് പരിവാർ സംഘടനയാണ്. അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാം. ഷാബു പ്രസാദ് പറഞ്ഞാൽ അതൊന്നും ഇല്ലാതാവുന്നില്ല. നിങ്ങളുടെ ഹനുമാൻ സേനയും നിങ്ങളുടെ ബജറംഗ് ദളും നിങ്ങളുടെ VHPയും നിങ്ങളുടെ ഹിന്ദു ഐക്യവേദിയും നിങ്ങളുടെ പല പേരുകളിൽ അറിയപ്പെടുന്ന എല്ലാം RSSനാൽ നിയന്ത്രിക്കുന്നതാണ്. RSSനാൽ നിയന്ത്രിക്കുന്നതാണ് ഹനുമാൻ സേനയും എല്ലാ സേനയും. ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഓർഗനൈസർ വായിച്ച് സ്വാധീനിക്കപ്പെട്ട ആളാണ് ഈ ഹനുമാൻ സേന. പറയോ ഓർഗനൈസർ RSSന്റെ അല്ലാന്ന് പറയോ ഷാബു പ്രസാദ്? ഓർഗനൈസറിന്റെ ആഹ്വാനം എന്താണ്? ഓർഗനൈസറിന്റെ ആഹ്വാനമാണല്ലോ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. ഓർഗനൈസറിന്റെ ആഹ്വാനമാണല്ലോ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. ഓർഗനൈസറിന്റെ ആഹ്വാനമാണല്ലോ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പൊ RSS തന്നെ നേരിട്ടെടുത്തിരിക്കുകയാണ്. RSS ഈ സിനിമയെ ബഹിഷ്കരിക്കണമെന്നോ തെരുവിലിറങ്ങണമെന്നോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഷാബു പ്രസാദ് അത്ര സ്വാതന്ത്ര്യമുള്ള സംഘടനയാണെങ്കിൽ ഈ സിനിമയെ കുറിച്ചാണല്ലോ നാളെ VK സനോജ് ഒരു ലേഖനം എഴുതി തന്നാൽ നിങ്ങൾ ഓർഗനൈസറിൽ കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സനോജ് പറഞ്ഞോളൂ. അതിന്റെ എഡിറ്റോറിയൽ ബോർഡിന് സ്വീകാര്യമാണെങ്കിൽ അവർ കൊടുക്കും. അതെ, മനസ്സിലായി. ശരി സനോജ് പൂർത്തിയാക്കൂ. ഷാബു പ്രസാദ്, അല്ല, RSS ഈ സിനിമയെ അനുകൂലിക്കുന്നുണ്ടോ? ഇത്രയും മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെതിരായി ഇത്രയും വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നു, ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം, ഷാബു പ്രസാദിന്റെ അഭിപ്രായം എന്താണ്? ഷാബു പ്രസാദിന്റെ അഭിപ്രായം എന്താണ്? RSSനെ വിട്ടേക്ക്. നിങ്ങൾ പലപ്പോഴും വളരെ നിരീക്ഷകനായിട്ടാണ് വരുന്നത്. RSSന്റെ അഭിപ്രായം പറയണ്ട, നിങ്ങളുടെ അഭിപ്രായം പറയും. ഈ പൃഥ്വിരാജിനെതിരായിട്ട് ഇത്രയും കേന്ദ്രം നടക്കുന്ന യുവമോർച്ചയുടെ അഭിപ്രായത്തിനെതിരായിട്ട് നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? യുവമോർച്ചയുടെ നേതാവ് പൃഥ്വിരാജിനെതിരായിട്ട് നടത്തിയ ആക്ഷേപം എന്താണ്? അത് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വന്തം നിരീക്ഷകൻ എന്ന് പറയുന്നു. RSSനെ ന്യായീകരിക്കുന്നതുപോലെ തന്നെ അല്ല, BJPയുടെ കണ്ണൂരിലെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് കണ്ണൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി BJPയുടെ നേതാവാണ്. C. രഘുനാഥാണ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് ഹർജി കൊടുക്കുകയാണ്. അല്ല, ഒരു കാര്യം ഉണ്ടെന്നേ, ഈ നാട്ടിൽ ഇവിടുത്തെ BJP നേതാക്കൾക്ക്
വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ശരി, അങ്ങനെ ബി ജെ പി നേതാക്കൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പറയണ്ടേ? കേന്ദ്ര സർക്കാർ പറയണ്ടേ? ഗുജറാത്തിലെ സർക്കാർ പറയണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പറയണ്ടേ? ഇതാ ഞങ്ങൾ സംരക്ഷണം കൊടുക്കാം. നിങ്ങൾ സനോജ് പൂർത്തിയാക്കും. കേരളം എന്റെ ചോദ്യം ഇതാണ്. മലയാളികൾ അംഗീകരിക്കുന്ന, മലയാളികൾ നെഞ്ചേറ്റിയിട്ടുള്ള മോഹൻലാലിനെ കുറിച്ച്, പൃഥ്വിരാജിനെ കുറിച്ച് വളരെ മോശം ഭാഷയിൽ ഇവിടെ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു. യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പൃഥ്വിരാജിനെതിരായിട്ട് വിദേശ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ, കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത്തരം കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉള്ളത്? ഞാൻ പറഞ്ഞത് ഇതെല്ലാം RSSന്റെ നിർദ്ദേശാനുസരണമാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അത് RSS പറഞ്ഞത് വ്യക്തിപരമായിട്ടാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി ഷാബു പ്രസാദ് ഇപ്പൊ പറയേണ്ടത് ഇതാണ്. ഈ പറയുന്ന മോഹൻലാലിനെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങളിൽ ഷാബു പ്രസാദ് അംഗീകരിക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറയാം, തീർച്ചയായിട്ടും ഉത്തരം പറയാം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ രാജീവ് ചന്ദ്രശേഖർ മോഹൻലാലിന്റെ പ്രിയ സുഹൃത്താണെന്ന് പറഞ്ഞു. ഇവിടെ MD രമേശ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സിനിമയായിട്ട് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി BJP നേതാവ് പറഞ്ഞു എല്ലാവരും ഈ സിനിമ കാണട്ടെ, ആ സിനിമ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതിനെ നിങ്ങൾ എന്താ ഒന്നും പറയാം? അല്ല, ഇതൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെയോ പൃഥ്വിരാജിന്റെയോ സുഹൃത്തുക്കളായ BJP നേതാക്കൾ ഇതൊക്കെ പറഞ്ഞു. അതല്ല, RSSന്റെ നയം എന്താണ്? RSSന്റെ ആഹ്വാനം എന്താണ്? RSSന്റെ സാധാരണ അണികൾ ഇപ്പൊ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? RSS ഇക്കാര്യത്തിൽ ഒരു നയവും ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇതല്ല RSS നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയെ പറ്റി അഭിപ്രായം പറയലല്ല RSSന്റെ പണി. അതാണ് ഇപ്പൊ RSSന്റെ ഓർഗനൈസറിലൂടെ വന്നതിനെ ഞങ്ങളൊക്കെ കണ്ണടച്ച് ആ സിനിമയിലെ നടന്മാരെ പറ്റി യുവമോർച്ചയുടെ നേതാവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി.